ഇന്ന് നമ്മൾ 12 വോൾട്ടിൻ്റെ ലിഥിയം അയൺ ബാറ്ററി പാക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ 3.7 വോൾട്ടിൻ്റെ 9 ലിഥിയം അയൺ ബാറ്ററിയും 12 വോൾട്ട് 3Sൻ്റെ 20 ആംപിയറിൻ്റെ BMS ബോർഡുമാണ് എടുത്തേക്കുന്നത്. ഈ ഒരു BMS ബോർഡ് നമ്മൾ തൊടുപുഴ കിഷോറിൽ നിന്ന് വാങ്ങിയതാണ്. ഈ ഒരു ബോർഡിന് 120 രൂപയാണ് ആയത്. അതുപോലെ ഈ ഒരു ലിഥിയം അയൺ ബാറ്ററി നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് 394 രൂപയ്ക്ക് 10 ബാറ്ററി ആയിരുന്നു വാങ്ങിയത്. അപ്പോൾ ഇതിലൊരു ബാറ്ററിയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ കട്ട് ചെയ്ത് കാണിച്ചത്. ഈ ഒരു ബാറ്ററിക്ക് തീരെ വെയിറ്റ് കുറവായതുകൊണ്ട് നമ്മളിതൊന്ന് കട്ട് ചെയ്ത് ചെക്ക് ചെയ്ത് ഈ ഒരു ബാറ്ററിയുടെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നമ്മുടെ മുമ്പത്തെ വീഡിയോ നോക്കിയാൽ മതി. അപ്പോൾ നമ്മൾ ലിഥിയം അയൺ ബാറ്ററി വെച്ച് നമ്മൾ ബാറ്ററി പാക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലുള്ള BMS ബോർഡ് ഉപയോഗിക്കാതെ ഒരിക്കലും ബാറ്ററി ഉണ്ടാക്കാൻ പാടില്ല. ബാറ്ററി ഓവർ ചാർജ് ആവാതിരിക്കാനും അതുപോലെ ഓവറായിട്ട് ഡിസ്ചാർജ് ആവാതിരിക്കാനും അതുപോലെ ഷോർട്ട് സർക്യൂട്ടൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ഓഫ് ഒക്കെ ആവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബോർഡ് ഉപയോഗിക്കുന്നത്. അതുപോലെ ഈ ഒരു ബോർഡ് ഇപ്പം പുതിയതല്ലാട്ടോ നമ്മളിവിടെ എടുത്തേക്കുന്നത്. നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുണ്ടെന്ന ഒരു ബാറ്ററിയിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്തെടുത്തേക്കുന്നതാണ് ഈ ഒരു ബോർഡ്. അപ്പോൾ ഇതുപോലുള്ള ബോർഡുകൾ നമുക്ക് പല വോൾട്ടുകളുടെയും അതുപോലെ പല ആംബിയറുള്ള ബോർഡ് നമുക്ക് വാങ്ങാൻ കിട്ടും. അപ്പോൾ ഇതുപോലുള്ള ബോർഡുകൾ നിങ്ങൾ വാങ്ങുന്ന സമയത്ത് കുറച്ച് ആംബിയർ കൂടിയ ബോർഡ് വാങ്ങുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. ഉദാഹരണമായിട്ട് പറയുവാണെങ്കിൽ നിങ്ങൾ 5 ആംബിയറിൻ്റെ ഒരു ബാറ്ററിയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അതിന് 10 ആംബിയറിൻ്റെ BMS ബോർഡ് ഉപയോഗിക്കുക. അങ്ങനെ പറയാൻ കാരണം ഇതുപോലുള്ള ബോർഡുകളൊക്കെ നല്ല ആംബിയറൊക്കെ ആയിരിക്കും കൊടുത്തേക്കുന്നത്. അപ്പോൾ അത്രയും ഒരു ആംബിയർ ഒന്നും കൈകാര്യം ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയൊന്നും ഈ ഒരു ബോർഡിനില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിനെ താടി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ബാറ്ററിനേക്കാളും കുറച്ചും കൂടി ആംബിയർ കൂടിയ ബോർഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അതുപോലെ ലിഥിയം അയൺ ബാറ്ററി പാക്ക് ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ ഒരേ വോൾട്ടും ഒരേ MAH ഉള്ള ബാറ്ററികൾ മാത്രം ഉപയോഗിക്കുക. ഇതുപോലുള്ള ലിഥിയം അയൺ ബാറ്ററി 3.6 വോൾട്ടിൻ്റെ ഉണ്ട്, 3.7 വോൾട്ടിൻ്റെ ഉണ്ട്. അതുപോലെ വ്യത്യസ്തമായ MAH ഉള്ള ബാറ്ററികളും ഉണ്ട്. അപ്പോൾ വ്യത്യസ്തമായ വോൾട്ടുകളും അതുപോലെ ആംബിയറും ഉള്ള ബാറ്ററികൾ മിക്സ് ചെയ്ത് ഉപയോഗിക്കാതിരിക്കുക. അതുപോലെ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ വന്നൊരു കമൻ്റ് ആയിരുന്നു ഇതുപോലുള്ള ബാറ്ററിയിൽ സോൾട്ട് ചെയ്തിട്ട് പിടിക്കുന്നില്ല എന്ന്. അപ്പോൾ അതെങ്ങനെയാണ് കറക്റ്റായിട്ട് ചെയ്യുന്നതെന്ന് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ഇന്ന് നമ്മളിവിടെ 12 വോൾട്ട് ലിഥിയം അയൺ ബാറ്ററി പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 9 ബാറ്ററിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഈ 9 ബാറ്ററിന് നമ്മൾ 3 സെറ്റായിട്ട് തിരിക്കുകയാണ്. ഒരു സെറ്റിൽ 3 ബാറ്ററി വരുന്ന രീതിയിൽ. അതുപോലെ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ വന്നൊരു കമൻറ്റാണ് ഇതുപോലെ ലിഥിയം അയൺ ബാറ്ററിയിൽ സോൾഡർ ചെയ്ത് നോക്കിയിട്ട് പിടിക്കുന്നില്ല. ലെഡ് നമ്മളിങ്ങനെ സോൾഡർ ചെയ്യുന്ന സമയത്ത് പിടിക്കുന്നുണ്ട്, പക്ഷേ കൈ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്തൊക്കെ വേഗം വിട്ടു പോവുകയാണ്. അപ്പോൾ നമ്മൾ ഈ രീതിയിലാണ് നമ്മൾ ഇതുപോലെ ലിഥിയം അയൺ ബാറ്ററിയിൽ സോൾഡർ ചെയ്യുന്നതെങ്കിൽ നമ്മൾ വേഗം കൈ കൊണ്ട് പ്രസ് ചെയ്യുന്ന സമയത്ത് വിട്ടു പോകും. അപ്പോൾ ഇങ്ങനെയുള്ള ബാറ്ററിയൊക്കെ നമ്മൾ സോൾഡർ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ആ സോൾഡർ ചെയ്യേണ്ട ആ ഒരു പോയിന്റ് മാത്രം ചെറുതായിട്ടൊന്ന് സ്ക്രാച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് മാത്രം. ഇനി നമ്മൾ സ്ക്രാച്ച് ചെയ്ത് അവിടേക്ക് ഇതുപോലെ സോൾഡറിങ് പേസ്റ്റ് കുറച്ചൊന്ന് തേച്ച് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് സോൾഡർ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ സോൾഡറിങ് പിടിക്കും. ആ ലെഡ് അങ്ങനെ പൊളിഞ്ഞു പോകുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അതുപോലെ നമ്മളിങ്ങനെ സോൾഡർ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഒരു പേസ്റ്റിൻ്റെ ഭാഗം കരിഞ്ഞ് ഇങ്ങനെ സൈഡിൽ കൂടെ കാണും. അപ്പോൾ അതെന്തെങ്കിലും കോട്ടൺ തുണി ഉണ്ടെങ്കിൽ തുളച്ച് കളയുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഈ കാണുന്നതൊക്കെ നമ്മൾ അതുപോലെ സോൾഡറിങ് പേസ്റ്റ് ഉപയോഗിച്ച് നമ്മൾ സോൾഡർ ചെയ്തെടുത്താണ്. അപ്പോൾ ഇതുപോലെ ചെയ്തെടുത്താൽ മതി, വേഗം വിട്ടുപോകുന്ന പ്രശ്നമൊക്കെ ഒഴിവാകും. അതുപോലെ ഞാനിവിടെ ആദ്യമേ എല്ലാ ബാറ്ററിയിലും ഇതുപോലെ സോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട്. പോസിറ്റീവിലും നെഗറ്റീവിലും ഇതുപോലെ സോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ബാറ്ററിന് നമ്മൾ 3 സെറ്റായിട്ട് തിരിക്കാൻ പോവുകയാണ്. ഈ 3 ബാറ്ററി നമ്മൾ ഒരു സെറ്റായിട്ട് ഒട്ടിച്ചെടുക്കാൻ പോകുന്നത് മാസ്കിൻ ടൈപ്പ് ഉപയോഗിച്ചാണ്. അതുപോലെ ഇങ്ങനെയുള്ള ബാറ്ററി പാക്ക് ഉണ്ടാക്കാനുള്ള ബാറ്ററി പേസർ അല്ലെങ്കിൽ ബാറ്ററി ബ്ലോക്ക് എന്ന് പറയുന്ന സാധനമൊക്കെ മേടിക്കാൻ കിട്ടുന്നതാണ്. അപ്പോൾ ബാറ്ററി ബ്ലോക്ക് മേടിച്ചുണ്ടാക്കുകയാണെങ്കിൽ കുറച്ചും നല്ലതായിരിക്കും. ഞാനിവിടെ തൽക്കാലത്തേക്ക് മാസ്കിൻ ടൈപ്പാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ 3 സെറ്റ് ബാറ്ററിയും ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുന്ന സമയത്ത് എല്ലാ സെറ്റിലും ഒരേ MAHും ഒരേ വോൾട്ടും ഒരേ എണ്ണത്തിലും ആയിരിക്കണം ബാറ്ററി വരേണ്ടത്. പിന്നെ പഴയ ലാപ്ടോപ്പിൻ്റെയൊക്കെ ബാറ്ററി കളക്ട് ചെയ്തുള്ള ബാറ്ററി പാക്ക് ഉണ്ടാക്കുന്ന സമയത്ത് അങ്ങനെ പ്രത്യേകിച്ച് നോക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനി നമ്മൾ അടുത്തായിട്ട് ചെയ്യാൻ പോകുന്ന ഈ ഒരു സെറ്റുള്ള ബാറ്ററിനെ നമ്മൾ പാരലായിട്ട് കണക്ട് ചെയ്യാൻ പോവുകയാണ്. അതിനായിട്ട് നമ്മളിവിടെ ചെറിയൊരു കോപ്പർ കമ്പിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മളിവിടെ ചെയ്തെടുക്കുന്നത്. ഒരു സെറ്റിൽ വരുന്ന 3 ബാറ്ററിയുടെയും പോസിറ്റീവ് ഒരുമിച്ച് ജോയിൻറ്റ് ചെയ്യുന്നു. അതുപോലെ ബാറ്ററിയുടെ നെഗറ്റീവും ഇതുപോലെ ഒരുപോലെ 3 സെറ്റ് ബാറ്ററിയും ഇതേ രീതിയിൽ തന്നെയാണ് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ 3 ബാറ്ററി സെറ്റും ഇതുപോലെ കണക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബാറ്ററിയിലേക്ക് BMS ബോർഡ് കണക്ട് ചെയ്യണം. ആ ഒരു ബോർഡിൽ നിന്നാണ് നമുക്ക് ഔട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു ബാറ്ററിയിലേക്ക് ലൈറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ ഈ ഒരു BMS ബോർഡിൽ നിന്ന് നമുക്ക് 4 വയറാണ് ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യേണ്ടത്. അപ്പം ബാറ്ററിയും BMS ബോർഡും കണക്ട് ചെയ്യേണ്ടതിൻ്റെ ഡയഗ്രാം കൂടി നമ്മുടെ ഈ ഒരു വീഡിയോ ലാസ്റ്റ് കാണിച്ചേക്കാം. അതുപോലെ ബാറ്ററിയിൽ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന വയർ തീരെ വണ്ണം കുറഞ്ഞ് ഉപയോഗിക്കാതിരിക്കുക, അത്യാവശ്യം ക്വാളിറ്റിയുള്ള വയർ ഉപയോഗിക്കുക. ഇപ്പോൾ നമ്മൾ ഒന്നാമത്തെ സെറ്റ് ബാറ്ററിയുടെ നെഗറ്റീവിൽ കണക്ട് ചെയ്യുന്ന ഈ ഒരു വയറാണ് നമ്മളിനി BMS ബോർഡിൽ 0 വോൾട്ട് എന്ന് എഴുതുന്ന ഈ ഒരു പോയിന്റിലാണ് കണക്ട് ചെയ്യേണ്ടത്. ചില BMS ബോർഡിൽ B- എന്നായിരിക്കും കൊടുത്തേക്കുന്നത്. ഇനി അടുത്തതായിട്ട് ഒന്നാമത്തെ സെറ്റ് ബാറ്ററിയുടെ പോസിറ്റീവും രണ്ടാമത്തെ സെറ്റ് ബാറ്ററിയുടെ നെഗറ്റീവും തമ്മിൽ ജോയിൻറ്റ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ജോയിൻറ്റ് ചെയ്യാൻ എടുക്കുന്ന വയറും അത്യാവശ്യം നല്ലത് തന്നെ എടുക്കുക. നമ്മളിവിടെ 0.75 കോപ്പർ വയറാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ നമ്മളിവിടെ ബാറ്ററി കണക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഈ 2 സെറ്റ് ബാറ്ററിയുടെയും സെൻറ്ററിൽ നിന്നാണ് ഒരു വയർ ഇനി BMS ബോർഡിലേക്ക് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ 2 സെറ്റ് ബാറ്ററിയുടെ ഇടയിൽ നിന്ന് കണക്ട് ചെയ്യുന്ന വയറിന് വലിയ വണ്ണം വേണമെന്നൊന്നുമില്ല. അപ്പോൾ ഈ ഒരു വയർ നമ്മളിനി BMS ബോർഡിൽ 4.2 വോൾട്ട് എന്ന് എഴുതിയേക്കുന്ന ഈ ഒരു പോയിന്റിലാണ് കണക്ട് ചെയ്യുന്നത്. ചില ബോർഡിൽ B1 എന്നായിരിക്കും എഴുതിയേക്കുന്നത്. ഇനി അടുത്തതായിട്ട് രണ്ടാമത്തെ സെറ്റ് ബാറ്ററിയുടെ പോസിറ്റീവ് മൂന്നാമത്തെ സെറ്റ് ബാറ്ററിയുടെ നെഗറ്റീവിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ 3 സെറ്റ് ബാറ്ററികളും സീരിയലായിട്ട് കണക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതായത് ടോർച്ചിനകത്തൊക്കെ നമ്മൾ 3 ബാറ്ററി ഇടുന്ന അതേ രീതിയിലുള്ള കണക്ഷനാണ് നമ്മളിവിടെ കൊടുത്തേക്കുന്നത്. ഇനി അടുത്തായിട്ട് രണ്ടാമത്തെയും മൂന്നാമത്തെയും ബാറ്ററിയുടെ സെൻറ്ററിൽ നിന്ന് ഒരു വയർ സോൾഡർ ചെയ്ത് BMS ബോർഡിലേക്ക് കണക്ട് ചെയ്യാനുണ്ട്. ഈ ഒരു വയർ കണക്ട് ചെയ്യേണ്ടത് 8.4 വോൾട്ട് എന്ന് എഴുതിയേക്കുന്ന ഈ ഒരു പോയിന്റിലേക്കാണ്. ചില ബോർഡുകളിൽ B2 എന്നായിരിക്കും എഴുതിയേക്കുന്നത്,
ഇനി നമുക്ക് ഒരു വയർ കൂടിയാണ് ഈ ഒരു ബോർഡിലേക്ക് കണക്ട് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ ഒരു വയറും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള തന്നെ ഉപയോഗിക്കുക. അപ്പോൾ ഈ ഒരു വയർ കണക്ട് ചെയ്യേണ്ടത് മൂന്നാമത്തെ സെറ്റ് ബാറ്ററിയുടെ പോസിറ്റീവിലാണ്. ബോർഡിൽ കണക്ട് ചെയ്യേണ്ടത് 12.6 വോൾട്ട് എന്ന് എഴുതിയേക്കുന്ന ആ ഒരു പോയിന്റിലാണ് ഈ ഒരു വയർ കണക്ട് ചെയ്യേണ്ടത്. അപ്പം ബാറ്ററിയിൽ നിന്ന് ഇതുപോലെ 4 വയറാണ് നമുക്ക് ബോർഡിലേക്ക് കണക്ട് ചെയ്യാനുള്ളൂ. ഇനി അടുത്തതായിട്ട് P+, P- അവിടെ നിന്നാണ് നമുക്ക് ഈ ഒരു ബാറ്ററി ഇന്നും ഔട്ടും എടുക്കാനുള്ളത്. അതായത് ഈ ഒരു ബാറ്ററി ചാർജ് ചെയ്യാനും ഈ ഒരു പോയിന്റിൽ തന്നെയാണ് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് 2 വയർ ഇവിടെ നിന്നും കൂടെ സോൾവ് ചെയ്തെടുത്താൽ മതി. അത് കഴിഞ്ഞ് നമുക്ക് ഈ ഒരു ബോർഡ് നമുക്ക് നല്ല രീതിയിൽ തന്നെ കവർ ചെയ്ത് വെക്കാം. അപ്പോൾ ഈ ഒരു ബോർഡ് ഉപയോഗിച്ച് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന ബാറ്ററി നമുക്ക് 12.6 വോൾട്ട് വരെയാണ് മാക്സിമം ചാർജ് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ നമുക്ക് ഈ ഒരു ബാറ്ററിയിൽ നിന്നും 8.5 വോൾട്ട് വരെ നമുക്ക് ഔട്ട് കിട്ടും. അത് കഴിഞ്ഞാൽ തന്നെ കട്ട് ഓഫ് ആയി പോവും. അതുപോലെ ഈ ഒരു ബാറ്ററിയുടെ ഔട്ട് ഷോർട്ട് ആകുമോ അല്ലെങ്കിൽ ഓവർലോഡൊക്കെ ആകുകയാണെങ്കിൽ ഈ ഒരു ബാറ്ററി എന്നുള്ള ഔട്ട് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫായി പോകും. പിന്നെ വീണ്ടും ചാർജർ കണക്ട് ചെയ്താൽ മാത്രമാണ് വീണ്ടും ഓണായി വരുള്ളൂ മിക്ക ബോർഡുകളിലും. അപ്പോൾ ഇതുപോലെ ലിഥിയം അയൺ ബാറ്ററി പാക്ക് ഉണ്ടാകുന്ന സമയത്ത് നിർബന്ധമായിട്ടും BMS ബോർഡ് ഉപയോഗിക്കുക. അപ്പോൾ നമ്മുടെ ബാറ്ററിയുടെ പണി കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഒരു വോൾട്ട് കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു ബാറ്ററി നമ്മൾ ഇതുവരെയായിട്ടും ചാർജ് ചെയ്തിട്ടില്ലായിരുന്നു. ഇപ്പോൾ ഏകദേശം 12 വോൾട്ട് കിട്ടുന്നുണ്ട്. ഈ ഒരു ബാറ്ററി ഓവർലോഡ് ആകുമ്പോൾ കട്ട് ഓഫ് ആകുന്ന കാണിക്കാനായിട്ട് നമ്മൾ ഈ ഒരു ബാറ്ററി ബൈക്കിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ സെൽഫ് ഓണാക്കിയ സമയത്ത് ചെറിയൊരു ടക്ക് സൗണ്ട് കേട്ട് ഓഫ് ആവുകയാണ് ചെയ്തത്. ഈ ഒരു ബാറ്ററിയുടെ പവറിൽ ഹെഡ്ലൈറ്റും അതുപോലെ ഹോണൊക്കെ നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യും. അടുത്തായിട്ട് നമ്മൾ ഈ ഒരു ബാറ്ററി UPSലാണ് കണക്ട് ചെയ്ത് നോക്കാൻ പോകുന്നത്. അതുപോലെ നമ്മളിവിടെ ഉണ്ടാക്കിയെടുക്കുന്ന ഈ ഒരു ചെറിയ ബാറ്ററി നമുക്ക് UPSൽ ഒരുപാട് നേരമൊന്നും കൊടുക്കാൻ പറ്റില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് പരീക്ഷ നോക്കാൻ വേണ്ടി മാത്രമാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ബാറ്ററിയിൽ UPSും നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഏകദേശം നമ്മൾ 1.5 മിനിറ്റോളം വർക്ക് ചെയ്ത് നോക്കിയിരുന്നു. അതുപോലെ നമ്മളിവിടെ ബാറ്ററി പാക്ക് ഉണ്ടാക്കാൻ വേണ്ടി എടുത്ത് ഈ ഒരു ബാറ്ററി നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് 394 രൂപയ്ക്ക് 10 ബാറ്ററി ആയിരുന്നു വാങ്ങിയത്. അപ്പോൾ ഈ ഒരു ബാറ്ററി ഞാനിവിടെ ഉപയോഗിച്ച് നോക്കിയ സമയത്ത് നമുക്ക് ആ ഒരു പൈസയ്ക്ക് കിട്ടുന്ന ബാറ്ററി വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ബാക്കപ്പ് കിട്ടുന്നുണ്ടായിരുന്നു. ഒരിക്കലും നമുക്ക് 400 റേഞ്ചിൽ ഇതുപോലുള്ള ബാറ്ററി കിട്ടാൻ പോകുന്നില്ല. അടുത്തായിട്ട് നമ്മളിവിടെ ചെയ്ത് നോക്കാൻ പോകുന്ന ഈ ഒരു ബാറ്ററിയിൽ നമ്മൾ കൺവെർട്ടർ കണക്ട് ചെയ്യുന്നുണ്ട്. കൺവെർട്ടറിൻ്റെ ഔട്ടിൽ 9 വാട്ട്സ് ലൈറ്റ് ഒരെണ്ണം കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 9 വാട്ട്സ് ലൈറ്റ് എത്ര സമയം ഈ ഒരു കൺവെർട്ടറിൽ ഈ ഒരു ബാറ്ററിയുടെ പവറിൽ വർക്ക് ചെയ്യുന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അതുപോലെ ഇപ്പം ബാറ്ററിയിൽ 12 വോൾട്ട് 8.5 വോൾട്ട് വരെ നമുക്ക് ഔട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു ബാറ്ററിയുടെ പവറിൽ ഈ ഒരു ലൈറ്റ് എത്ര സമയം തെളിയും നോക്കിയിട്ട് പറയാം. അപ്പോൾ ഈ രീതിയിലാണ് BMS ബോർഡും ബാറ്ററിയും തമ്മിൽ കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ 3.7 വോൾട്ടിൻ്റെ 3 ബാറ്ററി കൊണ്ട് നമുക്ക് 12 വോൾട്ട് ബാറ്ററി പാക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെയാണ് ഉണ്ടാക്കിയെടുക്കുന്നെങ്കിൽ ബാക്കപ്പും ആംബിയറും വളരെ കുറവായിരിക്കും. അതുപോലെ നമ്മളിന്നിവിടെ എടുത്ത ഈ ഒരു ബാറ്ററി നമുക്ക് 394 രൂപയ്ക്കാണ് കിട്ടിയത്. ഇപ്പോൾ ആ ഒരു ബാറ്ററിയുടെ വില ചില സമയത്ത് കൂടുതലായിട്ട് കാണിക്കുന്നുണ്ട്. നമ്മൾ വാങ്ങിയ സമയത്ത് 394 രൂപയ്ക്കാണ് നമുക്ക് 10 ബാറ്ററി. അതുപോലെ നമ്മൾ കൂടുതലായിട്ട് ബാറ്ററി ആഡ് ചെയ്യുന്ന സമയത്ത് ഈ രീതിയിലാണ് അതിൻ്റെ കണക്ഷൻ വരുന്നത്. അതുപോലെ 3 സെറ്റുകളിലും കൂടുതൽ ബാറ്ററി ആഡ് ചെയ്യുന്ന സമയത്ത് എല്ലാത്തിലും ഒരേപോലെ വരുന്ന രീതിയിൽ വേണം ചെയ്യാൻ. അതുപോലെ ഈ ഒരു ബാറ്ററി മേടിക്കാനുള്ള ലിങ്കും BMS ബോർഡിൻ്റെ ലിങ്കും നമ്മുടെ ഈ ഒരു വീഡിയോയിൽ കൊടുത്തേക്കാം. നമ്മളിവിടെ ഈ ഒരു ബാറ്ററിയുടെ ബാക്കപ്പ് ടെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ച് ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും ബാറ്ററിയുടെ വോൾട്ട് 11.5 താന്നിട്ടുണ്ട്. അതുപോലെ ഏകദേശം 1 മണിക്കൂറും 57 മിനിറ്റും ആയ സമയത്ത് ഏകദേശം ബാറ്ററിയുടെ വോൾട്ട് 9.1 ആയിട്ടുണ്ട്. അതുപോലെ ആദ്യത്തേക്കാളും കുറച്ചുകൂടി ആംബിയർ ഇപ്പോഴാണ് കൂടുതലായിട്ട് എടുക്കുന്നത്. വോൾട്ട് പറയുന്ന സമയത്ത് ആംബിയർ കൂടുതലായിട്ട് എടുക്കുന്നുണ്ട്. അങ്ങനെ ഏകദേശം കറക്റ്റ് 2 മണിക്കൂർ ആയപ്പോഴത്തേക്കും നമ്മുടെ ബാറ്ററിയുടെ വോൾട്ട് 8.5 ആയിട്ട്. അതുപോലെ ലൈറ്റിൻ്റെ വെളിച്ചം ചെറിയ രീതിയിൽ കുറവ് വന്നിട്ടുണ്ട്. ബാറ്ററിയുടെ വോൾട്ട് 8.4 ആകുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ഓഫ് ആയി പോവുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് വീണ്ടും തന്നെ ഒന്ന് ഓണായി വന്നു. അത് കഴിഞ്ഞ് വീണ്ടും അപ്പം തന്നെ ഓഫ് ആയി പോവുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മുടെ 9 വാട്ട്സിൻ്റെ ഈ ലൈറ്റ് നമുക്ക് ഏകദേശം ഈ ഒരു ബാറ്ററിയിൽ 2 മണിക്കൂർ കറക്റ്റ് വർക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അതുപോലെ നമ്മൾ കഴിഞ്ഞ ദിവസം ഈ ഒരു ബാറ്ററിയുടെ വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോയിലും ആരോ ഉപയോഗിച്ച് നോക്കിയിട്ട് 2 മണിക്കൂർ ബാക്കപ്പ് കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോയിൽ കമൻറ്റ് ചെയ്തിരുന്നു. ആളുടെ പേര് ഞാൻ മറന്നു പോയതാണ്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.